കർണാടക PCC അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ വിസമ്മതിച്ച് DK ശിവകുമാർ. നിലപാട് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ശിവകുമാർ അറിയിച്ചു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വരെ അധ്യക്ഷൻ മാറാൻ സാധ്യതയില്ല. ഒരാൾക്ക് ഒരു പദവി എന്ന മാനദണ്ഡം അനുസരിച്ച് ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാർ PCC അധ്യക്ഷ സ്ഥാനം മാറണമെന്ന് സിദ്ധരാമയ്യ പക്ഷം ആവശ്യപ്പെട്ടിരുന്നു. KB ശ്രീധരനാണ് വിവരങ്ങളുമായി ചേർന്നത്. ശ്രീധരൻ, ഹൈക്കമാൻഡിനെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കും അവിടെ നിന്നുള്ള നീക്കം? അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തി അത് വലിയ തലത്തിലേക്കൊക്കെ നീങ്ങാൻ സാധ്യതയുണ്ടോ? പൂജ, കഴിഞ്ഞ കുറച്ചു കാലമായി കോൺഗ്രസിനുള്ളിൽ പ്രത്യേകിച്ച് ഭരണം കിട്ടിയ ശേഷം രണ്ട് പക്ഷങ്ങളായി ചേരിതിരിഞ്ഞുള്ള അധികാര വടംവലികൾ കർണാടക കോൺഗ്രസിലുണ്ട്. ഏറ്റവും പ്രധാനം 2.5 വർഷം കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പദവി വീതം വയ്ക്കും എന്നുള്ള ഒരു അനൌദ്യോഗിക ധാരണയുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തിനായി DK ശിവകുമാർ ചരടുവലിയും തുടങ്ങിയിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറില്ല എന്ന നിലപാടിലാണ് സിദ്ധരാമയ്യ എടുത്തിരുന്നത്. അടുത്ത ഒരു പ്രധാന പോസ്റ്റ് എന്നുള്ളത് PCC അധ്യക്ഷ സ്ഥാനമാണ്. KPCC പ്രസിഡന്റായി കഴിഞ്ഞ കുറേ കാലമായി DK ശിവകുമാർ തുടരുകയുമാണ്. ഏതായാലും ഒരു നേതാവിന് ഒരു പദവി എന്നുള്ള ഒരു മാനദണ്ഡം കോൺഗ്രസിനുള്ളിലുണ്ട്. അതനുസരിച്ച് DK ശിവകുമാർ ഉപമുഖ്യമന്ത്രി പദവും ഈ KPCC അധ്യക്ഷ പദവും ഒന്നിച്ച് വഹിക്കാൻ പാടില്ല എന്നാണ് മറുപക്ഷത്തിന്റെ വാദം. മന്ത്രിയായിട്ടുള്ള KN രാജണ്ണയും സതീഷ് ജാർക്കിഹോളിയും ഇവരൊക്കെ സിദ്ധരാമയ്യയുടെ വിശ്വസ്തരാണ്. ഇരുവരും പരസ്യമായി തന്നെ ഇതൊക്കെ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ സതീഷ് ജാർക്കിഹോളി PCC അധ്യക്ഷ സ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ട് ചരടുവലികളും തുടങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസം സിദ്ധരാമയ്യയും DK ശിവകുമാറും ഡൽഹിയിലുണ്ടായിരുന്നു. കർണാടക ഭവന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് ഇരു നേതാക്കളും ഡൽഹിയിലെത്തിയത്. ഏതായാലും ഹൈക്കമാൻഡുമായി ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. നിലവിൽ DK ശിവകുമാറിനെ മാറ്റാനുള്ള സാധ്യതയില്ല എന്നുള്ള വാർത്തകൾ തന്നെയാണ്, അല്ലെങ്കിൽ നിലപാടാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിന് പ്രധാന കാരണം ഇപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വൈകാതെ കർണാടകയിൽ നടക്കും. അതിൽ കൂടി, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെന്നിക്കൊടി പാറിച്ചു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പ്രകടനം നടത്താൻ സാധിച്ചു. ഇങ്ങനെ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു PCC അധ്യക്ഷനെ മാറ്റേണ്ടതില്ല എന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. DK ശിവകുമാറിന്റെ ഒരു മനസ്സിലിരിപ്പ് എന്നുള്ളത് ഏതെങ്കിലും കാരണവശാൽ PCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയാൽ അത് തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അത് ആവശ്യപ്പെടുന്നുള്ള ശക്തി കുറയുമെന്നുള്ള ഒരു ഭയം കൂടി DK ശിവകുമാർ